കണ്ണൂരിൽ സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സുധാകരന് കീഴടങ്ങി ഹൈക്കമാൻഡ് അതനുസരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പോകുന്നു കണ്ണൂരിൽ എന്നുള്ളതാണ്. ഇത്രയും ദിവസങ്ങൾ വളരെ രൂക്ഷമായ തർക്കത്തിനൊടുവിൽ കണ്ണൂരിൽ സുധാകരൻ ഉറപ്പിച്ചിരിക്കുന്നു, സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിഷാദ്. സുധാകരനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ വിജയമാണ്, തർക്കമില്ലാത്ത കാര്യം. കാരണം സുധാകരൻ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മാനേജർമാരും നേതാക്കളും അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും അവരവർക്ക് ഇഷ്ടമുള്ള നിലയ്ക്ക് അവരവരുടെ താല്പര്യത്തിനൊപ്പിച്ച് ഈ വിതരണം പൂർത്തിയാക്കുകയും ചെയ്ത ഘട്ടത്തിൽ സുധാകരൻ അദ്ദേഹത്തിന്റെ പിടിപിടിച്ചു ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിന് താല്പര്യമില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് സുധാകരൻ കണ്ണൂരിൽ എന്ന് LDF പ്രചരിപ്പിച്ചാൽ എന്തു മറുപടി കൊടുക്കും? അത് ശരിയാണ്. സ്വാഭാവികമായിട്ടും ഈ സുധാകരൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് BJP-യിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവിനെ നിങ്ങൾ എങ്ങനെ നമ്പും എന്ന് ചോദിക്കാം CPM-ന്. ചോദിക്കാം. കാരണം സുധാകരൻ ജയിച്ചത് സുധാകരന് താളത്തിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടുള്ളതല്ല ഈ സ്ഥാനാർത്ഥി പദം. സ്നേഹത്തോടെ പാർട്ടി തീരുമാനിച്ചതല്ല. എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഞാൻ C. രഘുനാഥിനെ തിരിച്ചു വിളിക്കും എന്ന് ഭീഷണിപ്പെടുത്തി നേടിയെടുത്ത ഈ സ്ഥാനാർത്ഥിത്വം നാളെ മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ നാളെ അയാൾ പോവില്ലേ എന്ന് ചോദിക്കാം CPM-ന്. ആ പ്രശ്നമുണ്ട്. ഒരു കാര്യമുണ്ട്, ഈ ദേശീയ നേതൃത്വം എന്നൊക്കെ പറയുമ്പോൾ KC വേണുഗോപാലാണ് ഇപ്പൊ ദേശീയ നേതൃത്വം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ KC വേണുഗോപാലിന്റെ ലോക്കൽ ഇൻട്രസ്റ്റ് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻട്രസ്റ്റും പ്രവർത്തിക്കണമെന്ന് സുധാകരൻ കരുതുന്നു. അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ വിശാലമായ താല്പര്യത്തിന് എതിരെ യുദ്ധം ചെയ്ത സുധാകരൻ നിലയ്ക്കല്ല കാണേണ്ടത്. ദേശീയ നേതൃത്വത്തിനും ടു ലോക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം അവിതർക്കിതമാണ്. അത് സുധാകരനുണ്ടായിരുന്നു, സതീശനുണ്ട്, ചെന്നിത്തലയ്ക്കുണ്ട്. അവരെല്ലാവരും അവരുടെ പിടി പിടിക്കുന്നു, പിടിച്ച കൊമ്പ് വലിച്ചിടുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് KPCC-യും അതുപോലെ തന്നെ ഹൈക്കമാൻഡും എത്തിച്ചേർന്നത്? അത് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കും. അത് കൊള്ളില്ല എന്ന നിലയിലെ ജനങ്ങൾ ചിന്തിക്കൂ. MP സ്ഥാനം രാജിവെച്ച് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഇയാൾ ജയിച്ചാൽ അവിടെ MP സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് വരും, ആ മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരും. അതൊട്ടും ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ അതിൽ നിൽക്കാൻ കഴിയുന്നില്ല. ആ നിലപാടിൽ വളരെ ആദർശപരമെന്ന് നമുക്ക് തോന്നുന്ന ആ നിലപാടിൽ അടിയുറച്ചു നിൽക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ മാത്രമല്ലല്ലോ സർ ആദർശപരമെന്ന നിലപാട് നിൽക്കാൻ ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം KC വേണുഗോപാൽ അദ്ദേഹം എത്രയോ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തിന് ദേശീയ നേതൃത്വം എന്ന കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ഉയർന്ന നിലയ്ക്കല്ല അദ്ദേഹം ഈ പരിഹാര സാധ്യത ആലോചിക്കുന്നത്. അദ്ദേഹം ഈ പരിഹാരത്തിന്റെ മേശപ്പുറത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന്റെ ഒരു ചീട്ടുമെടുത്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വിശാലമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാതൃകാപരമായ ഉദാത്തമായ ഐഡിയലായ ഡിസ്കഷൻ വേണ്ട. ഞാൻ പറയുന്നത് KPCC നേതൃത്വവും അല്ലെങ്കിൽ ഒരുപക്ഷെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF നേതൃത്വവും മുന്നിൽ കാണുന്ന ഒരു കാര്യത്തിനെ അട്ടിമറിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഒരുപക്ഷെ KC വേണുഗോപാൽ തന്നെയാണ് ഇത് നടത്തിയത് എന്ന നിലയിലേക്ക് എത്തേണ്ടി വരും. എന്തായാലും K. സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം പിടിച്ച പിടി അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരിടത്ത് മാത്രമല്ല എല്ലാവരും എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇത്രയും വൈകിയത്? കണ്ണൂരിലെ തീരുമാനം മാത്രമാണ് വൈകിയത്. ബാക്കി സെക്കൻഡ് ഫേസ് പട്ടിക ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പല സീറ്റുകളിലും പല നേതാക്കൾ അവരുടെ പിടിപിടിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണണം. സുധാകരനിലേക്ക് മാത്രമല്ല ചുരുക്കേണ്ടത്. ജോസഫ് വാഴക്കൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിൽ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് അദ്ദേഹത്തിന് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുണ്ട് ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരുടെ താല്പര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ യുദ്ധ കാഴ്ച കണ്ടു. അതിൽ K. സുധാകരൻ ഒരു വലിയ ഫിഗർ ആയിരുന്നുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. ഈ പറഞ്ഞ KC വേണുഗോപാൽ അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. അത് രാജിവെച്ചു വന്ന് ഇവിടെ ലോക്സഭയിൽ മത്സരിച്ച ആളല്ലേ. ഇത്തവണ ഭരണം കിട്ടുകയാണെങ്കിൽ ആ ഭരണത്തിന് പ്രധാനിയായി വരണം എന്ന ആഗ്രഹം അതിനകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ മോഡൽസ് ഒന്നും ഇല്ല. കോൺഗ്രസ് അങ്ങനെ പല തീരുമാനം എടുത്തിട്ടുണ്ട്. UDF-ലെ പല കക്ഷികളും ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് MP-മാർ വന്ന് MLA-മാരായി മത്സരിച്ചാൽ, നിയമസഭയിൽ മത്സരിച്ചാൽ ആകെപ്പാടെ നമ്മുടെ ഇമേജിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ രാഷ്ട്രീയ ചിന്തയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓരോ ക്രൈറ്റീരിയ ഇവരുണ്ടാക്കുന്നതും ഓരോ താല്പര്യത്തെ മുൻനിർത്തിയാണ്. ഒരാളെ വെട്ടാൻ, ഒരാളെ കൊണ്ടുവരാൻ, ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ, അങ്ങനെ പലതരം സംഗതികളുണ്ട്. എന്തായാലും സുധാകരനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കാര്യം ഈ റിസ്ക് ഉണ്ട്. സുധാകരൻ നാളെ റോഡ് ഷോ ആയിട്ട് വരുമ്പോൾ ഇതാ BJP-യിൽ പോകുമെന്ന് ഭയപ്പെടുത്തി സീറ്റ് വാങ്ങിയ ആൾ വരുന്നു എന്ന് എതിരാളികൾ പറയും എന്ന പ്രശ്നമുണ്ടെന്ന് ഞാൻ ഉറപ്പായും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല മറ്റൊരു കാര്യം, എന്താണ് AK ആന്റണി പറഞ്ഞത്? AK ആന്റണി പറഞ്ഞത് 3ാം പിണറായി സർക്കാർ വരും, അതാണ് കാണേണ്ടത്. അപ്പോൾ ആ നിലയിലേക്ക് വരെ സുധാകരന്റെ പ്രശ്നം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് AK ആന്റണി വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാണ് ഇനി ഒരു നിമിഷം മുന്നോട്ട് പോയാൽ ഇത്
കയ്യിൽ നിന്ന് പോകുന്ന ഒരു നിലയിലേക്ക് വരുമെന്നുള്ള ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക, ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് ഇവർ തന്നെ ഇതൊരു നെക്ക് ടു നെക്ക് പോരാട്ടമായി മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് കണ്ണൂർ തോക്കും. കണ്ണൂർ തോക്കുക മാത്രമല്ല, നേരത്തെ സാജു പറഞ്ഞില്ലേ, പേരാവൂരിൽ KPCC അധ്യക്ഷനോട് മത്സരിക്കാൻ വന്നിരിക്കുന്നത് ചില്ലറ സ്ഥാനാർത്ഥിയല്ല, ധർമ്മടത്ത് അബ്ദുൾ റഷീദിനെ ഇട്ടിരിക്കുന്ന പോലെയല്ല. KPCC പ്രസിഡന്റിനോട് മത്സരിക്കാൻ വന്നിരിക്കുന്നത് KK ശൈലജയാണ്. ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ 5000-ൽ താഴെ വോട്ടിന് മാത്രം ഒരു തവണ ജനപ്രതിനിധിയായിരുന്ന ആളാണ്, മട്ടന്നൂരിലായിരുന്ന ആളാണ്. അവര് വന്നാല് അവര് വന്ന് മത്സരിക്കുമ്പോൾ സുധാകരനെ കൊണ്ട് പിണങ്ങി മാറിയ ഒരു 2000 വോട്ടുമായിട്ട് മാറിയ KPCC പ്രസിഡന്റ് അടക്കം തോക്കും. ചില്ലറ കളിയല്ല. സോ അതിന്റെ റിസ്ക് മുഴുവൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ അവർക്ക് അത് നേരത്തെ ടാക്കിൾ ചെയ്യാൻ പറ്റണമായിരുന്നു. എന്തായാലും കോൺഗ്രസിൽ പരിഹാരം കിട്ടും. ഇപ്പോൾ നിഷാദ് എന്തു പറയും? ഡാമേജ് ഈസ് ഡൺ എന്നാണോ അതോ അത് പരിഹരിക്കപ്പെട്ടു എന്നാണ്? എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റി, അവർക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റി. പക്ഷേ ഈ കോൺഗ്രസ് നമുക്ക് അധികാരം തിരിച്ചെടുക്കലാണ് പ്രധാനമെന്ന പൊതുവികാരത്തെ മുൻനിർത്തി കോംപ്രമൈസിംഗ് മൂഡിലല്ല. സകലരും സ്വാർത്ഥ താല്പര്യക്കാരാണ്. ഇവരൊട്ടും പ്രൊഫഷണൽ അല്ലാന്നേ. പുതിയ തലമുറ എന്താ കാണുന്നത്? പുതിയ തലമുറ നോക്കൂ, ഏറ്റവും അവസാനവും ഒരു വയോധികനായ മനുഷ്യൻ തനിക്ക് MLA ആവണം. ഇപ്പൊ ഓൾറെഡി MP ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് MLA ആവണം, അതിനുശേഷം മന്ത്രിയാവണമെന്ന മോഹത്താലെ പാർട്ടിയായിട്ട് കറക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഇവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് പുറത്തുനിന്ന ആൾക്കാരെ ഇവർ പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഇവർ സ്ഥാനാർത്ഥിയായിട്ട് പോസ്റ്റർ അടിച്ചു കഴിഞ്ഞിട്ടുള്ള ദീപ്തി മേരി വർഗീസിനോട് വേറെ പണി നോക്കാൻ പറയാണ്, അല്ലെങ്കിൽ ജോസഫ് ആഴക്കിനോട് തൽക്കാലം പരിക്കാത്ത കയറിയിരിക്കാൻ പറയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കുത്തഴിഞ്ഞ സംവിധാനം പുതിയ തലമുറ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ നോക്കുമ്പോൾ എന്താണ് ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടാവണം, പവർഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവണം. ആ കാര്യത്തിലൊക്കെ സന്ദേശം കൊടുക്കാൻ കഴിയാത്ത വിധം അഴിഞ്ഞു കോൺഗ്രസിന്റെ നിര എന്ന പ്രശ്നം കോൺഗ്രസിന് ഈ മണിക്കൂറിലുണ്ട്. ഈ